ഹായ് ഗൈസ്, കല്യാണം കഴിഞ്ഞ കപ്പിൾസ്, പ്രഗ്നന്റ് ആയ ലേഡീസ് നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ എല്ലാം നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഗർഭിണിയായിട്ട് പ്രഗ്നന്റ് ആയിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നതും ഡോക്ടർ നമ്മൾ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴും ഡോക്ടർ റെസ്പോൺസ് ചെയ്യും. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ലപ്പോൾ, ഇതെല്ലാം എന്നാണ് നിങ്ങൾ ഇത്രയൊന്നും വലിയ ഷോ കാണിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ സാധാരണയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് പ്രഗ്നന്റ് ആയ ടൈമിലാണ്, നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. പ്രഗ്നൻസി കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ബോഡിയിലും മനസ്സിലും മാനസികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളൊന്നും അറിയാതെ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുവാണ്. അപ്പൊ അവര് പറയുന്ന ഡയലോഗാണ് സ്ഥിരം എല്ലാ ഗൈനക്കോളജിസ്റ്റുകളും സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. ഇതൊന്നും വലിയ സംഭവം എന്നല്ല. ഇപ്പൊ എന്റെ അനുഭവം തന്നെ പറയട്ടെ, ഞാൻ ഡോക്ടറൊക്കെ പോയിട്ട് പറഞ്ഞു എനിക്ക് രാത്രി ഇങ്ങനെ ഒരു ഭയങ്കര കാലുവേന, കിടക്കാൻ പറ്റില്ല, നടക്കാനുള്ള ഭയങ്കര ടെൻഡൻസി ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്നോട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, രാത്രി നടക്കണം, നടന്നോ, കുഴപ്പമില്ല. അതായിരുന്നു ഡോക്ടറുടെ മറുപടി. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് കാലത്ര കടച്ചിൽ വരുന്നു, നമുക്ക് രാത്രി എന്തൊക്കെ കിടക്കാൻ പറ്റും, അതല്ല ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് പ്രഗ്നന്റ് ആയ എല്ലാ സ്ത്രീകൾക്കും സംശയങ്ങളുണ്ടാവും. അതിനെ വലിയ കാര്യമാക്കാതെ എല്ലാ പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്കും സാധാരണ പോലുള്ളൊരു സംഭവമാണ്, ഇനി ഇത്രയൊന്നും വലിയ കാര്യമാക്കാനില്ല എന്ന് പറയുന്ന ഗൈനക്കോളജിസ്റ്റാണ് മൊത്തം ഉള്ളത്. നമുക്കിപ്പോൾ ഒരു വേദന വന്നാൽ, അല്ലെങ്കിൽ കാലിന് നീര് വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിൽ എന്ന് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാലുള്ള മറുപടി ഒറ്റ ഒന്നായിരിക്കും, ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ ഇത്രയൊന്നും വലിയ കാര്യമാക്കാനൊന്നുമില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് ഡെലിവറി റൂമിൽ എത്തിയ സെയിം പരിഗണനയാണ് നമുക്ക് കിട്ടുക. എന്ന് വെച്ചാൽ ഒരു പരിഗണന ഇല്ല, അതാണ് സംഭവം, അതാ പരിഗണന. അപ്പം ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തുകൊണ്ട് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തുകൊണ്ട് നമ്മൾ പരസ്പരം കെയർ ചെയ്യുന്നതിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതിനും എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള ചില കാര്യങ്ങൾ സിനിമയിൽ നന്നായി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ പ്രധാന കഥാപാത്രമായി എത്തിയ ഗെറ്റ് സെറ്റ് ബേബിയുടെ ഹൈലൈറ്റിംഗ് പാർട്ട്. അപ്പൊ ഞാൻ എന്റെ അനുഭവങ്ങൾ പറഞ്ഞു. എല്ലാ പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്കും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകും. ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകൾ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു കോളേജിലോട്ട് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. സ്റ്റാർട്ടിങ് ഒക്കെ നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ പ്രൊഫഷനിലോട്ട് കടക്കുന്നതും ആ പ്രൊഫഷനിൽ അയാൾ ആ ഒരു സ്ത്രീയെ എങ്ങനെ കാണുന്നു, ആ ഒരു ഡെലിവറിയെ അയാൾ എങ്ങനെ നോക്കി കാണുന്നു, പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയോട് പെട്ടെന്ന് വന്ന ഒരു അനുകമ്പോ അല്ലാണ്ട് സ്നേഹം തോന്നുകയും ചെയ്യില്ല. അപ്പൊ അതിന് പിന്നിലുള്ള ഒരു കാരണം ആ സ്റ്റോറി പാർട്ടുകളൊക്കെ രസമുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എന്താ പറയാ, സത്യം പറഞ്ഞ റിലാക്സിങ് ആയിരുന്നു. മനസമാധാന കുളിർമ തോന്നി. ഒരു ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഉണ്ണിയും പോകുന്ന ചെയ്ത അർജുൻ എന്നുള്ള ക്യാരക്ടറോട് ഒരു അടുപ്പം തോന്നും. പിന്നീട് അങ്ങോട്ട് നിഖില വിമലെ കാണുന്നതും ആ സ്റ്റോറി സ്റ്റാർട്ടിംഗ് ഒക്കെ രസമുണ്ടായിരുന്നു. ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടുന്ന രീതി തന്നെയാണ്. ഭയങ്കരമായിട്ട് വെച്ച് സംഭവിക്കുന്ന ഒരു കഥയൊന്നാണ് ഞാൻ പറയില്ല, പക്ഷെ പടം എൻഗേജിങ് തന്നെയായിരുന്നു. പിന്നെ ഇന്റർവെലിനോടടുത്തും ഇന്റർവെലിന് ശേഷമുള്ള കുറച്ച് പാർട്ടുകൾ എനിക്ക് തോന്നുന്നു പടത്തിൻ്റെ ഒരു വീക്ക് പാർട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ക്ലീശ സംഭവങ്ങളും കാര്യങ്ങളും കാണിച്ചൊരു അത്ര രസകരമായിരുന്നില്ല ആ ഒരു കുറച്ച് പോർഷൻ. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപാട് തന്നെ സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായി. ആ ഇടക്കിലെ കുറച്ച് പോർഷൻസ് ആണ് ഈ ഒരു പടത്തിലേക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. വെച്ചാൽ ഒരു ആൾക്കാർക്കൊന്ന് ബോറടിപ്പിക്കുന്ന പോർഷൻ അതായിരിക്കും. പിന്നെ ഉണ്ണി പോകുന്ന ആ ഒരു ബിസിനസ്സിലോട്ട് കയറുന്നതും ആ ബിസിനസ്സോടുള്ള പാഷൻ, അതിനോടുള്ള ഒരു ബിസിനസ് പരമായിട്ടും അതുപോലെ അതല്ലാതെ ഒരു മാനസികമായിട്ടുള്ള അയാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അയാളൊരു സ്ത്രീയെ കൺസിഡർ ചെയ്യുന്നതും അതിനോ ആ ഒരു ഗൈനക്കോളജിയിലെ വിഭാഗത്തോടുള്ള അയാളുടെ പാഷനും സംഭവങ്ങളും കാണിച്ചതെല്ലാം രസമായി. ആ പ്രോഗ്രസ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇത് കിട്ടുമായിട്ട് ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ണി മുകുന്ദന്റെ പോർഷൻ കിട്ടുവാക്കിയിട്ടുണ്ട്, കലക്കിയിട്ടുണ്ട്, വേറെ ലെവലാക്കിയിട്ടുണ്ട്. നമ്മൾ മാർക്കോ എന്നുള്ളൊരു അതിഭീകരനായ ഒരു വില്ലനെ കണ്ടിട്ട് പെട്ടെന്ന് ഈ ഒരു ക്യാരക്ടറിൽ കാണുമ്പോൾ നമുക്കൊരു ഒരു ഡിഫറൻസ് നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് വേണ്ട ഒരു കെയറിങ്, ആ ക്യാരക്ടറിന് വേണ്ട ഒരു മനുഷ്യത്വം എല്ലാം, ആ ഒരു വൈഫിനോടുള്ള സമീപനം, എല്ലാം ആ പോർഷൻസ് എല്ലാം, അതുപോലെ തന്നെ അതിന് ഉണ്ടാകുന്ന മേജർ ട്രാജഡി സംഭവങ്ങളെല്ലാം നന്നായിട്ട് ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുണ്ട്, കിടുവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിഖില വിമലും എല്ലാം അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ക്രീനിലുള്ള എന്ന് വെച്ചാൽ നായികയായിട്ട് വന്നു പോകുന്ന ഒരു ക്യാരക്ടർ എന്നല്ല, ഒരുപാട് സ്ക്രീൻ പ്രസൻസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ് നന്നായിട്ട് നിഖില വിമൽ ചെയ്തിട്ടുണ്ട്. ചെമ്പൻ വിനോദ് ഉണ്ട്, നന്നായിട്ടുണ്ട്. ശ്യാം മോഹൻ ഉണ്ട് കുറച്ച് പോർഷനിൽ, നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു പ്രശ്നവും അതിന് ശേഷമുള്ള മാറ്റങ്ങളും എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് നല്ല രസകരമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നത്തെ എങ്ങനെ ഉണ്ണി മുകുന്ദൻ നിഖില വിമൽ അഭിമുഖീകരിക്കുന്നതെന്നുള്ള സംഭവം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, അല്ലാതെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടില്ല. പക്ഷേ ഡ്രമാറ്റിക് ആയ പോർഷൻ എന്ന് പറയുന്നത് ഈ ഇൻ ബിറ്റ്വീനിൽ കുറച്ച് പോർഷൻ ഡ്രമാറ്റിക് ആയിരുന്നു. അതുപോലെ തന്നെ സാം സിയസ് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ നല്ല പോർഷൻസിലൊക്കെ നന്നായിട്ടുണ്ട്, ഹൈ ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കുറച്ച് പോർഷൻ ഉണ്ടല്ലോ, അധികം കുറച്ച് ലാഗ് ഉണ്ട് പറഞ്ഞാൽ അവിടെ എനിക്ക്
ഓവർ ഇമോഷണൽ ആക്കിയ പോലെ തോന്നി. ആ ഒരു മ്യൂസിക് അത്ര രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണി മുതലും നിഖില വിമലിൽ ഒരു പാട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ, നല്ല രസം ഉണ്ടായിരുന്നു പാട്ട്. പക്ഷെ അത് അവിടെ ആവശ്യമില്ലാന്ന് എനിക്ക് ഫീലായി. അത് ആ ഒരു ഫ്ലോയിൻ്റെ ഒരു തടസ്സം വെച്ച പോലെ എനിക്ക് തോന്നി. കാരണം നമ്മളിത് കാണാൻ എന്ത് സംഭവിക്കുന്നു കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ. പിന്നെ അങ്ങോട്ടൊരു നമ്മൾ ക്ലീഷേ കാണുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പടത്തിൽ, ഈ പറഞ്ഞ കുറച്ച് പോർഷൻസിൽ. അത് ഒഴിച്ചു മാറ്റിയാൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു തിരക്കഥ കുറച്ചും കൂടെ അടിപൊളി ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പടം ഒന്ന് ഹൈ ആയേനെ. കാരണം ബാക്കിയുള്ള പോർഷൻസ് നന്നായിട്ടാണ് കാണിച്ചത്. സത്യം പറഞ്ഞാൽ നിഖില വിമല് ഉണ്ണി മുകുന്ദനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഭയങ്കര പ്രസക്തമായിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്. എനിക്ക് നിന്റെ കൂടെ ജീവിതകാലം മൊത്തം ജീവിക്കാൻ പറ്റിയ ഒരു കുഞ്ഞില്ലെങ്കിൽ പോലും, പക്ഷെ നിനക്ക് കുഞ്ഞുണ്ടെങ്കിൽ മാത്രമേ, ഒരു കുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കൂടെ ജീവിതകാലം മൊത്തം ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ഭയങ്കര റെലവെന്റ് ആണ്. കാരണം എങ്ങനെ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കൺസിഡർ ചെയ്യുന്നു, എങ്ങനെ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ കൺസിഡർ ചെയ്യുന്നു, അതൊരു കുട്ടികളെ ഉണ്ടാക്കുന്നതിലപ്പുറം അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം എന്നൊക്കെ നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യനും ആ സന്ദർഭം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അത് നിഖില വിമലായാലും ഉണ്ണി മുകുന്ദനായാലും നന്നായിട്ട് ആ ഒരു സീനിൽ നന്നായി വന്നിട്ടുണ്ട്. ഈ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു കല്യാണം കഴിക്കുന്നത്, അത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന് മുകളിലുള്ള റിലേഷനാണ് മാരേജ് എന്നുള്ളത്. അപ്പൊ ആ റിലേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പരസ്പര ബഹുമാനം, പരസ്പരമായ റെസ്പെക്റ്റും പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഇതിലൊന്നും അത്ര തലവേദന എടുക്കേണ്ടി വരില്ല. എവറിത്തിങ് വിൽ ഗോ സ്മൂത്ത്, എല്ലാം നന്നായി നടക്കും. നമ്മൾ പരസ്പര കപ്പിൾ തമ്മിലുള്ള റിലേഷനാണ് കുട്ടി ഉണ്ടാവുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിന് പിന്നിലുള്ള അല്ലെങ്കിൽ അതിന് സ്ട്രെങ്ത് കൂടുന്ന സംഭവം അവരുടെ റിലേഷനാണ്. അവർ സ്ട്രെങ്ത് ആണെന്ന് കാണിക്കുന്ന മൊമെന്റ്സ് ഒക്കെ അതിന് ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരിക്കലും കുട്ടികൾ ഇല്ലാതെ, അതായത് മെഡിക്കലി പ്രശ്നം ഉണ്ടായിട്ട് കുട്ടികൾ ഇല്ലാതെയും വരാം, അങ്ങനെയെല്ലാം കാണിക്കുന്നത്. അതാണ് എല്ലാം ഇതിന്റെ വേരിയസ് കേസസ് സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കല്യാണം എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സല്ല, അതിലപ്പുറം അത് തമ്മിലുള്ള റിലേഷൻ ആണെന്നുള്ളൊരു സംഭവം. ഒരു കുട്ടി ഉണ്ടാവും അത്ര ഇമ്പോർട്ടന്റ് ആണ്, അത് ഇല്ലാതിരിക്കുമ്പോൾ എത്രമാത്രം നമ്മളെ ഹിറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് നല്ല മൊമെന്റ്സ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു വിഷയം ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് വിശേഷം ആവില്ലേ, എന്ത് ആവാതെന്ന് പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് സിനിമകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ വിശേഷമൊന്നുമില്ല സിനിമ കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അർജുന അശോകൻ അൻപോട് കൺമണി, ഒരുപാട് പടങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ വരുന്നുണ്ട്. ഇതിൽ പറഞ്ഞാൽ ഇപ്പൊ സൊസൈറ്റി വിശേഷമായില്ലേ ചോദിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ബുള്ളിങ്ങിനെ പറ്റിയിട്ടല്ല കാര്യമായിട്ട്. കുട്ടി ഉണ്ടാവുക എന്നുള്ള സംഭവത്തിന്റെ ബിസിനസ് പാർട്ടുകളും അതുപോലെ തന്നെ അതിന്റെ ഒരു മാനസികമായ ലെവലിൽ രണ്ടും പറഞ്ഞിട്ട് പക്ക ഒരു ബിസിനസ് ആയിട്ട് ഇതെങ്ങനെ എടുക്കുന്നുള്ളത് മാത്രമല്ല, നിമുന്നന്റെ ക്യാരക്ടർ പറഞ്ഞാല് അതൊരു ബിസിനസ് കൊണ്ട് അതിന്റെ ഒരു മാനസികതയും വിടാതെ ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ആണ്. കുറച്ച് പോർഷൻസ് ഈ പറഞ്ഞ പോലെ ലാഗുള്ള പാർട്ട് ഉണ്ടെങ്കിൽ പോലും ഓവറോൾ ഫീൽ ഗുഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുവാ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഉണ്ണി മുകുന്ദൻ എങ്ങനെയുണ്ട്, മാർക്കോന് ശേഷമുള്ള വരവ് എങ്ങനെയുണ്ട്, പടം കിടക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്തൊക്കെയാണ്? നിഖില വിമൽ എങ്ങനെയുണ്ട്? നിങ്ങൾ പടം കണ്ടോ, കാണാൻ വെയിറ്റിംഗ് ആണോ, കാണാൻ പോകുന്നില്ല, എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷോ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.